reducible to linear form. തന്നിരിക്കുന്ന ഒരു നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ലീനിയർ ഫോമിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെയും നമ്മൾ ലീനിയർ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് നോൺ ലീനിയർ ഇക്വേഷൻ പഠിക്കും. ആ രണ്ട് ടൈപ്പ് ഓഫ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ലീനിയറിലേക്ക് മാറ്റി സോൾവ് ചെയ്യുന്നു. അപ്പോൾ നോക്കാം, ഇതാണ് ആദ്യത്തെ ടൈപ്പ്. dy by dx plus py is equal to q into y raised to n. ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ലീനിയർ ഇക്വേഷനകത്ത് y-ന്റെ ഡിഗ്രി എന്തായിരിക്കണം, 1 ആയിരിക്കണം. നമ്മുടെ നോർമൽ ഇക്വേഷൻ എന്താണ്, dy by dx plus py is equal to q ആയിരിക്കണം. പക്ഷെ ഇവിടെ q ന് പകരം q into y raised to n വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലീനിയറിലേക്ക് ആക്കാൻ വേണ്ടി കൺവേർട്ട് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. ഇവിടെ നമ്മൾ y raised to 1 minus n is equal to v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, y raised to n അല്ല, y raised to 1 minus n is equal to v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, we get dv by dx plus p into 1 minus n into v is equal to q into 1 minus n എന്ന് കിട്ടും. ഇപ്പോൾ എങ്ങനെ ഇത് കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഈ തന്നിരിക്കുന്ന കംപ്ലീറ്റ് ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, y raised to n വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ ഐ ഗെറ്റ് 1 divided by y raised to n dy by dx plus p into y raised to 1 minus n is equal to q എന്ന് കിട്ടും. ഇവിടെ y ആണുള്ളത്, y നെ ഞാൻ y raised to n വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, y raised to 1 minus n കിട്ടും. ഇപ്പൊ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആക്ച്വലി എന്താണ്, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഫ് y, ഈ y raised to 1 minus n എന്ന് പറഞ്ഞാൽ എന്താണ്, nothing but a function of y. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് p ന്റെ കൂടെ വരുന്ന ഈ ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും, I get 1 minus n into y raised to 1 minus n minus 1. അപ്പോൾ എന്ത് കിട്ടും, minus n dy by dx is equal to dv by dx എന്ന് കിട്ടും. y raised to minus n എങ്ങനെ എഴുതാം, I can write 1 divided by y raised to n dy by dx is equal to 1 divided by 1 minus n into dv by dx എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ 1 divided by y raised to n dv by dx ഉണ്ട്, അവിടെ ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഐ ഗെറ്റ് 1 divided by 1 minus n dv divided by dx plus p into y raised to 1 minus n ഞാൻ v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഐ ഗെറ്റ് v is equal to q എന്ന് കിട്ടും. ഇനി ഇവിടെ 1 minus n ഉണ്ടല്ലോ, അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ഇക്വേഷൻ ഞാൻ 1 minus n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഐ ഗെറ്റ് dv by dx plus p into 1 minus n into v is equal to q into 1 minus n. ഇപ്പോൾ ഈ ഇക്വേഷൻ നോക്കാം, dv by dx plus p into 1 minus n into v is equal to q into 1 minus n. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിലേക്ക് വരുന്നത്. ഇനി ഇവിടെ നോക്കാം, p into 1 minus n, അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, p1 എന്ന് എഴുതുന്നു, q into 1 minus n q1 എന്ന് എഴുതുന്നു. ഇപ്പോൾ ഇക്വേഷൻ എന്തായി, dv by dx plus p1v is equal to q1 എന്ന് കിട്ടി. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാൻ പറ്റും, v into e raised to integral p1 dx is equal to integral q1 e raised to integral p1 dx plus c എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന e raised to integral p1 dx അതാണ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ p1 എന്താണ്, p1 is nothing but p into 1 minus n. ഓക്കെ, സോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് e raised to integral 1 minus n p dx ആണ്. അപ്പോൾ ഇനി നമ്മൾ ഫൈനൽ ഇക്വേഷനിലേക്ക് വരുന്നു, v എന്താണ്, v is equal to y raised to 1 minus n. So we get y raised to 1 minus n e raised to integral 1 minus n into p dx is equal to integral 1 minus n into q e raised to integral 1 minus n p dx plus c. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു നോർമൽ ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു, y into e raised to integral p dx is equal to integral q into e raised to integral p dx plus c എന്നായിരുന്നു നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ അതും ഈ ഒരു സൊല്യൂഷൻ നമ്മൾ വ്യത്യാസം നോക്കുക, ഇവിടെ y വന്നു, y വന്നെടുത്ത് ഇവിടെ എന്ത് വരണം, y raised to 1 minus n എന്ന് വരണം. ഇവിടെ e raised to integral p dx ആയിരുന്നു, ഇവിടെ e raised to 1 minus n into p എന്ന് വന്നു. അതായത് p വന്നിട്ട് എന്ത് വരണം, 1 minus n into p എന്ന് വരണം. ഇവിടെ ഇന്റഗ്രൽ q എന്നായിരുന്നു, ഇവിടെ ഇന്റഗ്രൽ q ന് ഇവിടെ എന്തായി, ഇന്റഗ്രൽ 1 minus n into q എന്നായി. അപ്പോൾ q വരുന്നിടത്ത് എന്ത് ചെയ്യണം, 1 minus n ചേർക്കുക,
ഇവിടെ വീണ്ടും ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സിന് പകരം ഇ റേസ് ടു ഇന്റഗ്രൽ 1 മൈനസ് എൻ ഇൻറ്റു പി എന്ന് വന്നു. അപ്പോൾ ആകെ വ്യത്യാസം എന്താണ്? y വരുന്നിടത്ത് y റേസ് ടു 1 മൈനസ് എൻ, p വരുന്നിടത്ത് 1 മൈനസ് എൻ ഇൻറ്റു പി, q വരുന്നിടത്ത് 1 മൈനസ് എൻ ഇൻറ്റു ക്യൂ. അപ്പൊ ഈ ഒരു 3 വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ചോദ്യം dy by dx plus py is equal to q into y raised to n ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൊല്യൂഷനിലേക്ക് വരിക. നമ്മൾ ആകെ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് y raised to 1 minus n is equal to v ആണെന്നും, രണ്ടാമത് ഓർത്തിരിക്കേണ്ടത് y raised to 1 minus n e raised to integral 1 minus n p dx is equal to integral 1 minus n q into e raised to integral 1 minus n p dx plus c. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. അപ്പോൾ ഏകദേശം മിക്ക ചോദ്യങ്ങളും നമുക്ക് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ചില ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തത് എന്നും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. Which of the following substitution reduces the non-linear equation to the linear form? y dy by dx plus s square y is equal to s cube y cube. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് y into dy by dx വന്നു. അപ്പൊ അതിനെ എന്താക്കി മാറ്റുക? dy by dx എന്ന് എഴുതാൻ നോക്കുക. ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? I can write dy by dx plus s square y is equal to s cube y square എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം? here p is equal to x square, q is equal to x cube. ഇത് y square ആണ്. അത് y raised to n ന്റെ അവിടെ എന്ത് വന്നു? y square വന്നു. നമ്മുടെ സാധാരണ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എങ്ങനെയാണ്? dy by dx plus p into y is equal to q into y raised to n. ഇവിടെ n എത്രയാണ്? 2 ആണ്. നമ്മൾ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? y raised to 1 minus n is equal to v എന്നുള്ളത്. n എത്രയാണ്? 2 ആണ്. ദാറ്റ് മീൻസ് y inverse is equal to v എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ചോദ്യം അതന്നെയാണ്, which of the following substitution reduces the non-linear equation to the linear form? ഇവിടെ ഓപ്ഷൻ എ ബി സി ഡി എന്നുണ്ട്. ആ ഓപ്ഷൻ ഞാൻ ഇവിടെ തന്നിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ y inverse is equal to v എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം x square dy plus y into x plus y dx is equal to 0. അപ്പോൾ ഈ ഒരു ചോദ്യം എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഡിഗ്രി 2 ആണ്, ഇവിടെയും ഡിഗ്രി 2 ആണ്. therefore തന്നിരിക്കുന്ന ചോദ്യം ഹോമോജിനിയസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെത്തേഡ് ചെയ്യാം. അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ എക്സാക്ട് അല്ലെങ്കിൽ എക്സാക്ട് മെത്തേഡിലോ ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ ഇത് ലീനിയർ വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? I can write x square dy is equal to minus y into x plus y dx. Therefore I can write dy by dx is equal to, I can write minus y into x minus y square divided by x square. Again dy by dx minus yx divided by x square. അപ്പോൾ എന്ത് കിട്ടും? minus y by x എന്ന് കിട്ടും. അത് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? plus y by x എന്ന് കിട്ടും. is equal to minus y square divided by x square minus 1 divided by x square into y square എന്ന് എഴുതാം. ഈ ഒരു ചോദ്യം നോക്കുമ്പോൾ ഇവിടെ p എന്താണ്? p is equal to 1 by x, q is equal to minus 1 divided by x square. അപ്പോൾ ഇവിടെ y raised to n ന്റെ അടുത്ത് എന്ത് വന്നു? y square വന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യാം. dy by dx plus p into y is equal to q into y raised to n. ഇവിടെ n എന്താണ്? 2 ആണ്. minus 1 by x square ആണ് q, 1 by x ആണ് p എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സൊല്യൂഷനിലേക്ക് പോവാം. ആദ്യം തന്നെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? e raised to integral 1 minus n. ഈ 1 minus n എടുക്കാൻ മറക്കരുത്. p dx. So I get e raised to integral 1 minus n എന്താണ്? n 2 ആണ്. So 1 minus n minus 1 into p, that is minus 1 divided by x into dx. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് e raised to integral minus 1 by x വന്നാൽ എനിക്ക് എന്ത് എഴുതാം? ഉത്തരം എന്തായിരിക്കും? x inverse എന്നായിരിക്കും, or 1 divided by x. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ y raised to 1 minus n e raised to integral 1 minus n p dx is equal to integral 1 minus n into q
e raised to integral 1 minus n p dx plus c. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ y raised to 1 minus n, n എത്രയാണ്? 2 ആണ്. സോ ഐ ക്യാൻ റൈറ്റ് y inverse e raised to integral 1 minus n p dx. അത് എത്രയാണ്? x inverse is equal to integral 1 minus n, that is minus 1 into q. q എന്താണ്? minus 1 by x square into e raised to integral 1 minus n p dx, that is 1 by x plus c. ഉത്തരം എന്താണ്? I can write 1 divided by yx is equal to ഈ x ഉം ഈ x square multiply ചെയ്യുമ്പോൾ we get 1 by x cube. മൈനസ് മൈനസും പ്ലസ് ആവും. സോ 1 by x cube എന്ന് വെച്ചാൽ x raised to minus 3 ആണ്. x raised to minus 3 ന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ we get minus 1 divided by 2x square plus ec. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം, നമ്മൾ y inverse is equal to v എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചത്. അതായത് y raised to 1 minus n, അതായത് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? y inverse ആണ്. അപ്പോൾ ഈ y inverse is equal to v എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചത്. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ, കാരണം ഇവിടെ ഒരു മൈനസ് വന്നതുകൊണ്ട് എനിക്ക് എന്ത് ഉപയോഗിക്കാം? വേണമെങ്കിൽ മൈനസ് y inverse is equal to v എന്ന സബ്സ്റ്റിറ്റ്യൂഷനും ഉപയോഗിക്കാം. നമുക്ക് ഉത്തരം സെയിം കിട്ടും. ആകെ ഒരു ഡിഫറൻസ് വരാൻ പോകുന്നത്, അങ്ങനെ മൈനസ് y inverse is equal to v എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവ് സിക്ക് വരെ എന്ത് കിട്ടും? നെഗറ്റീവ് സി എന്നൊരു ഉത്തരം കിട്ടും. അതായത് 1 divided by yx is equal to minus 1 divided by 2x square minus c എന്ന് കിട്ടും. അപ്പോൾ മൈനസ് സി ആണെങ്കിലും പോസിറ്റീവ് സി ആണെങ്കിലും ഉത്തരം എന്താണ്? കറക്റ്റ് ആണ്. കാരണം അത് കോൺസ്റ്റന്റ് ആണ്. കാരണം നമ്മൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ സൊല്യൂഷനിൽ നിന്ന് എനിക്ക് തിരിച്ച് ചോദ്യത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പോസിറ്റീവ് സി ആണെങ്കിലും മൈനസ് സി ആണെങ്കിലും നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അത് 0 കിട്ടത്തുള്ളൂ. അതുകൊണ്ട് രണ്ട് ഉത്തരവും കറക്റ്റ് ആണ്. നമ്മൾ മൈനസ് y inverse is equal to v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഈ കേസിൽ നമ്മൾ y inverse is equal to v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കറക്റ്റ് ഉത്തരമാണ് കിട്ടുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, dy by dx minus y tan x is equal to minus y square sec x. So dy by dx plus py is equal to q into y raised to n. ഇവിടെ p എന്താണ്? p is equal to minus tan x, q is equal to minus sec x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? e raised to integral 1 minus n p dx. ഇവിടെ p എന്താണ്? മൈനസ് tan ആണ്. therefore minus tan x dx എന്ന് കിട്ടും. so I can write e raised to integral 1 minus n എന്താണ്? minus 1 into minus 1. so we get positive. therefore tan x dx. അപ്പോൾ e raised to integral tan x. അപ്പോൾ tan x ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? e raised to log sec x എന്നാണ്. therefore I can write sec x. അതായത് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ sec x ആണ്. അപ്പോൾ ഈ ഒരു കുറച്ച് ഇക്വേഷൻ ഓർത്തിരിക്കുക. that is integral of tan x എന്ന് പറഞ്ഞാൽ log sec x ആണ്. integral of cot x എന്ന് പറഞ്ഞാൽ log sin x ആണ്. integral of sec x എന്ന് വെച്ചാൽ log sec x plus tan x ആണ്. integral of sec square x tan x ആണ്. അതുപോലെ cosec square x ആണെങ്കിൽ minus cot x ആണ്. അടുത്ത integral log x, അത് x log x minus x ആണ്. ഇതിനെ നമ്മൾ integral u into v എന്ന ഫോർമാറ്റിൽ എടുത്താൽ മതി. ഇവിടെ u എന്ന് പറയുന്നത് log x ഉം v എന്ന് പറയുന്നത് 1 ആയിട്ടും എടുത്താൽ മതി. അടുത്തത് e raised to x ന്റെ ഇന്റഗ്രൽ ആണ്. അത് e raised to x ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്റഗ്രൽ a raised to x അതെന്താണ്? a raised to x divided by log a എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തെ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഈ ചോദ്യത്തിന്റെ സൊല്യൂഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ഈ ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എഴുതാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന y raised to 1 minus n. n എന്താണ് ഇവിടെ? 2 ആണ്. therefore I can write y inverse e raised to integral 1 minus n p dx. നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. നമുക്ക് sec x ആയിട്ട് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. sec x is equal to integral 1 minus n into q. ഇവിടെ നമ്മുടെ q എന്താണ്? q is equal to minus sec x ആണ്. therefore I can write minus sec x into minus എന്ത് കിട്ടും? we get
sec x. വീണ്ടും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e raised to integral 1 minus n p dx. അത് തന്നെയാണ് വീണ്ടും sec x തന്നെയാണ് plus c. So I get sec x divided by y is equal to integral of sec square x എന്ന് വെച്ചാൽ അത് tan x ആണ്. ഇവിടെ നോക്കാം integral of sec square x എന്ന് പറഞ്ഞാൽ tan x ആണ്. Therefore I can write tan x plus c. അതാണ് ഈ ചോദ്യത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. ഇക്വേഷൻ ഓഫ് ദ ഫോം ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ഓഫ് y into dy by dx plus p into function of y is equal to q. അതായത് നമ്മൾ സാധാരണ ഒരു ലീനിയർ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? I can write dy by dx plus p y is equal to q. അപ്പോൾ ഇവിടെ y ക്ക് പകരം ഒരു ഫംഗ്ഷൻ ഓഫ് y വരികയും ഈ ഫംഗ്ഷൻ ഓഫ് y ന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് f dash of y dy by dx ന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരികയും ആണെങ്കിൽ ഫംഗ്ഷൻ ഓഫ് y യെ v ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? I get f dash of y dy by dx is equal to dv by dx എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസിനെ എനിക്ക് dy by dx ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. Therefore I can write ഈ ടേംസിനെ ഞാൻ dy by dx നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു പ്ലസ് p ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് y നെ ഞാൻ v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. pv is equal to q. അപ്പോൾ ഈ തന്നിരിക്കുന്ന നോൺ ലീനിയർ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു? ഇപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ ആക്കി മാറ്റി. ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? I can simply write v into e raised to integral p dx is equal to integral q into e raised to integral p dx plus c. അപ്പോൾ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ y മാറി ഇവിടെ v ആയി എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? e raised to integral p dx തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു സൊല്യൂഷന്റെ ആകെ ഒരു വ്യത്യാസം പറഞ്ഞാൽ ഈ v മാത്രമാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ആദ്യത്തെ പ്രോബ്ലം നോക്കാം. പ്രോബ്ലം x into dy by dx plus y into log y is equal to xy e raised to x. അപ്പോൾ ഒന്ന് മനസ്സിലാക്കട്ടെ, നമുക്കിപ്പോൾ 3 ഫോർമാറ്റ് ആണ് അറിയുന്നത്. dy by dx plus py is equal to q എന്ന ഫോർമാറ്റ് അറിയാം. then dy by dx plus py is equal to q into y raised to അറിയാം. പിന്നെ നമ്മൾ മൂന്നാമത് പഠിച്ചത് ഫംഗ്ഷൻ ഓഫ് y ന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് f dash of y dy by dx plus p into function of y is equal to q. ഇപ്പോൾ ഇത് ലീനിയർ ആണോ ചെക്ക് ചെയ്യാം. dy by dx plus py is equal to q. ഇപ്പോൾ ഇവിടെ log y വന്നുകൊണ്ട് എന്തായില്ല, എന്തൊക്കെയാലും ഇതൊരു ലീനിയർ ഇക്വേഷൻ ആകില്ല. ഇവിടെ ഒരു y വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നോക്കുമ്പോൾ dy by dx plus py is equal to q into y raised to n ആണ്. ഈ ഒരു ഇക്വേഷനകത്ത് ഇവിടെ y മാത്രമേ വരാൻ പാടുള്ളൂ, പക്ഷെ ഇവിടെ എന്ത് വന്നു? y into log y എന്ന് വന്നു. നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് നോക്കാം. മൂന്നാമത്തെ ടൈപ്പിനകത്ത് ഫംഗ്ഷൻ ഓഫ് y വരാം. dy by dx ന്റെ കൂടെ ഫംഗ്ഷൻ ഓഫ് y ന്റെ ഇതേ ഫംഗ്ഷൻ ഓഫ് y ന്റെ ഡെറിവേറ്റീവ് ഇവിടെ വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ dy by dx ന്റെ കൂടെ x ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് x വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇനി ഇവിടെ നോക്കുമ്പോൾ xy e raised to x ഉണ്ട്. ഈ q എന്തായിരിക്കണം? ഒന്നെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലെങ്കിൽ x ന്റെ ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു y വന്നു. അപ്പോൾ ഈ y യെ എനിക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ x വെച്ച് ഡിവൈഡ് ചെയ്ത് പിന്നെ y വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഒറ്റയടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? xy വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ I get 1 divided by y dy by dx plus log y divided by x is equal to e raised to x എന്ന് കിട്ടും. ഇവിടെ അപ്പോൾ p എന്താണ്? p is equal to 1 by x, q is equal to e raised to x, function of y എന്താണ്? log y ആണ്, and f dash of y എന്താണ്? 1 divided by y ആണ്. വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയാണ്? നമ്മൾ ഫംഗ്ഷൻ ഓഫ് y ആണ് b ആയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫംഗ്ഷൻ ഓഫ് y എന്താണ്? log y ആണ്. Therefore I can write log y into e raised to integral p dx. ഇവിടെ p എന്താണ്? 1 by x ആണ്. Therefore e raised to integral 1 by x dx എന്ത് കിട്ടും? we get x എന്ന് കിട്ടും. So log y into x is equal to integral q എന്താണ്? e raised to x into x എന്ന് കിട്ടും plus c. Therefore I get x into log y is equal to e raised to x into x ന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ we get e raised to x into x minus 1 plus
c എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ e raised to x into x എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് x into integral of second minus derivative of first 1 into integral of second, we get x e raised to x minus e raised to x എന്ന് കിട്ടും. So taking e raised to x outside, we get. ഇതാണ് ചോദ്യത്തിന്റെ ഉത്തരം. അഞ്ചാമത്തെ പ്രോബ്ലം, tan y dy by dx plus tan x is equal to cos y cos square x. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മൂന്ന് ടൈപ്പിൽ ഏതെങ്കിലും ഒന്നെണ്ണം ചെക്ക് ചെയ്യാം. dy by dx plus py is equal to q. ഇവിടെ cos y അല്ലെങ്കിൽ tan y എന്ന് വന്നതുകൊണ്ട് നമുക്ക് ഈ മെത്തേഡിൽ വരില്ല. ഇപ്പോൾ തന്നിരിക്കുന്നത് ലീനിയർ അല്ല. ഇനി തന്നിരിക്കുന്നത് ലീനിയറിലേക്ക് മാറ്റാൻ പറ്റണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ടൈപ്പ് 1 ടൈപ്പ് 2 ആയിരിക്കണം. അപ്പോൾ dy by dx plus py is equal to q y raised to n. അങ്ങനെ y raised to n എന്ന ഫോർമാറ്റ് അല്ല തന്നിരിക്കുന്നത്, പകരം y ന്റെ ടേംസ് എല്ലാം എന്തിനാണ്, ഫംഗ്ഷനിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തിലായിരിക്കണം, ഈ തന്നിരിക്കുന്ന ഫോർമാറ്റിലായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ചോദ്യം നോക്കാം. dy by dx ലൂടെ tan y ഉണ്ട്, ഇവിടെ പ്ലസ് tan x ആണ്. കാരണം ഇവിടെ y tan x പറഞ്ഞാൽ എന്താണ്, p ആണ്. ഈ ഫംഗ്ഷൻ ഓഫ് y ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ cos y വെച്ചിട്ട് നമുക്ക് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അത് മാത്രമല്ല ഇവിടെ q എന്തായിരിക്കണം, q ഷുഡ് ബി എ ഫംഗ്ഷൻ ഓഫ് x അല്ലെ കോൺസ്റ്റന്റ് ആയിരിക്കാം. അപ്പൊ q ഒരു x ന്റെ ഫംഗ്ഷൻ ആവണമെങ്കിൽ ഇവിടെ cos y വരാൻ പാടില്ല, cos square x മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് cos y വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ ഐ ഗെറ്റ് 1 divided by cos y into tan y. എനിക്ക് ഇങ്ങനെ എഴുതാം, ഐ ക്യാൻ റൈറ്റ് sec y into tan y എന്ന് എഴുതാം, dy by dx plus 1 divided by cos y എങ്ങനെ എഴുതാം, ഐ ക്യാൻ റൈറ്റ് sec y tan x is equal to cos square x എന്ന് എഴുതാം. ഇവിടെ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഓഫ് y എന്ന് പറയുന്നത് sec y ആണ്, അതിന്റെ ഡെറിവേറ്റീവ് ആണ് sec y tan y. ഇവിടെ v എന്താണ്, നമ്മൾ ഫംഗ്ഷൻ ഓഫ് y ആയിട്ടാണ് എടുക്കുന്നത്, ദാറ്റ് ഈസ് sec y. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ, ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതുക, we get solution is equal to v into e raised to integral p dx is equal to integral q into e raised to integral p dx plus c എന്നാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എന്താണ് e raised to integral p dx കണ്ടുപിടിക്കണം. e raised to integral p എന്താണ്, tan x ആണ് p. therefore we get tan x dx. integral tan x എന്താണ്, log sec x ആണ്. so e raised to log sec x എന്ന് വെച്ചാൽ എന്ത് കിട്ടും, we get sec x. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, v എന്താണ്, sec y ആണ്. therefore sec y into sec x is equal to integral q എന്താണ്, cos square x ആണ് q എന്ന് പറയുന്നത്. so I can write cos square x into sec x plus c. so this become sec x. ഇപ്പോൾ ഇവിടെ cos square x ഉം sec x ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ cos x എന്ന് കിട്ടും. therefore integral of cos x എന്താണ്, sin x plus a constant. അപ്പോൾ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ.